എന്തിനകത്ത് വേണ്ടത്? അതിന്റെ നമുക്ക് ഈ കോളിയുടെ പ്രസൻസ് നോക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മളിവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുടിവെള്ളമാണ്. സാറിന്റെ പേര്? എന്റെ പേര് സജി. സജി. സാറിന്റെ പേര്? സെബാസ്റ്റ്യൻ. നിങ്ങൾ ആരോഗ്യപ്പന്നിലാണ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വെള്ളം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തതാണോ എന്ന് നമുക്കറിയാം. ഗവൺമെന്റ് ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ ആ വെള്ളം കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എടുത്തു. മോശമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലേ, നിങ്ങൾ ആ വെള്ളം കൊണ്ടുപോയിട്ട് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. കുടിവെള്ള പദ്ധതി എന്ത് പറയുന്നു? അതിലേ നല്ലത്. കാരണം ഈ വാർഡിൽ കുറെ മത്സ്യത്തൊഴിലാളികൾ വെള്ളമില്ലാതെ കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഏതാണ്ട് 3 ലക്ഷം രൂപ മുടക്കി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ മെഷീൻ അതൊക്കെ ഒറ്റ മിനിറ്റ് സാറ് പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു. അവർക്ക് ഏതാണ്ട് 3000 ലിറ്റർ ഇത്രയും ഗ്രാമവാസികൾ മുഴുവൻ കുടിക്കുന്ന ഒരു വെള്ളം നിങ്ങൾ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത്, ഗവൺമെന്റ് വെള്ളം കൊടുക്കുന്നില്ല അവിടെ, പൈപ്പിലും വെള്ളമില്ല, കുടിവെള്ളവും ഇല്ല. അപ്പൊ ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വന്ന് ബോട്ടിലുമായിട്ട് വന്നിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് മോശമാണെന്നുണ്ടെങ്കിൽ അന്നേരം ക്ലോസ് ചെയ്യണം. പറയാം. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല സഹോദര, ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് നിങ്ങൾ വെള്ളം കൊടുക്കരുതെന്ന് പറയാനോ ഒന്നും വന്നതല്ല. ആയിക്കോട്ടെ, പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ പരിശോധിച്ചിട്ടുമില്ല, പരിശോധിക്കാൻ ഉദ്ദേശവും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു കുപ്പിയായിട്ട് വന്നിട്ട് അതെടുത്ത് കൊണ്ടുവന്ന്, കാരണം ഈ ഏരിയയിലെ മണ്ണഞ്ചേരി 6-ാം വാർഡ്, ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി 6-ാം വാർഡില് വർഷങ്ങളായിട്ടുള്ള ഒരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന ആളെന്നതിന് അത് നിങ്ങൾ ക്ലോസ് ചെയ്യാം. അത് കൂടാണ്ട് ഇവിടെ കുടിവെള്ളം പോയിട്ട് കുളിക്കാനുള്ള വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് കൊണ്ടിട്ട് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ചെക്ക് ചെയ്തിട്ട് ചെയ്യണം. അതിന്റെ പൈപ്പെല്ലാം പുറത്തിരിപ്പുണ്ട്, ഫുൾ ടൈം വെള്ളം അതിനകത്തുണ്ട്. ഇല്ല, ചെയ്തിട്ടില്ല. ശ്രീജിത്ത് ടെസ്റ്റ് ചെയ്യുന്നല്ലേ? എത്ര ദിവസം ശ്രീജിത്ത് അടക്കം സർവീസിനുണ്ട് വരുന്നത്? ടെസ്റ്റ് ചെയ്യാനല്ല വരുന്നത്, ടെസ്റ്റ് ചെയ്യണം. വീഡിയോ കിട്ടാൻ നിങ്ങൾ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തോന്നു, നിങ്ങൾ അവിടെ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യും. പിന്നെ ചെയ്തിട്ടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ വേറെ പറഞ്ഞല്ലോ, ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, താനെന്താ എന്റെ വീട്ടിൽ കിടന്ന് എന്റെ അടുത്ത് കൂടാന്ന്? എന്റെ വീട്ടിൽ വന്ന ആരാണെന്ന് ബോധ്യപ്പെടാൻ എനിക്ക് ആവശ്യമുണ്ടോ? അല്ല, താൻ എന്തിനാ വന്നത് ഇങ്ങോട്ട്? എന്റെ വീട്ടിൽ എന്റെ അനുവാദം ഇല്ലാതെ കയറി വന്നിട്ട് താൻ ആരാണെന്ന് എനിക്കെങ്ങനെ അറിയാം? താൻ ഐഡി കാർഡ് കാണിച്ചോ? ഐഡി കാർഡ് കാണിക്കണോ? അല്ല, ഐഡി കാർഡ് കാണിക്കാൻ. എന്റെ വീട്ടിൽ വന്നിട്ട് താൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? പിന്നെ താൻ എന്താ ഉദ്ദേശിച്ചത്? മോനെ ആൾക്ക് വീട്ടിൽ വെച്ചാൽ മതി. ഞാൻ എന്റെ വീട്ടിൽ ചിലപ്പോൾ കുടിവെള്ളം കൊടുക്കും, പലവെള്ളം കൊടുക്കും. തനിക്ക് വേണമെങ്കിൽ താൻ പോയി ചെക്ക് ചെയ്തോണം. അല്ല, താൻ ആ ലെവലിലാണ് പറഞ്ഞത്. താൻ ആദ്യം ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ? താൻ ആദ്യം മൂപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. താൻ അവിടെ ചെക്ക് ചെയ്തിട്ടില്ലെന്ന്. ചെക്ക് എനിക്ക് മനസ്സിലിടൂ, താൻ വേണം ചെക്ക് പോയി. എന്തിനകത്ത് വേണ്ടത്? അതിന്റെ നമുക്ക് ഈ കോളിയുടെ പ്രസൻസ് നോക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മളിവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുടിവെള്ളമാണ്. സാറിന്റെ പേര്? എന്റെ പേര് സജി. സജി. സാറിന്റെ പേര്? സെബാസ്റ്റ്യൻ. നിങ്ങൾ ആരോഗ്യപ്പന്നിലാണ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വെള്ളം ഞാൻ ടെസ്റ്റ് ചെയ്തതാണോ എന്ന് നമുക്കറിയാം. ഗവൺമെന്റ് ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ ആ വെള്ളം കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എടുത്തു. മോശമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലേ, നിങ്ങൾ ആ വെള്ളം കൊണ്ടുപോയിട്ട് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. കുടിവെള്ള പദ്ധതി എന്ത് പറയുന്നു? അതിലേ നല്ലത്. കാരണം ഈ വാർഡിൽ കുറെ മത്സ്യത്തൊഴിലാളികൾ വെള്ളമില്ലാതെ കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഏതാണ്ട് 3 ലക്ഷം രൂപ മുടക്കി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ മെഷീൻ അതൊക്കെ ഒറ്റ മിനിറ്റ് സാറ് പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു. അവർക്ക് ഏതാണ്ട് 3000 ലിറ്റർ ഇത്രയും ഗ്രാമവാസികൾ മുഴുവൻ കുടിക്കുന്ന ഒരു വെള്ളം നിങ്ങൾ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത്, ഗവൺമെന്റ് വെള്ളം കൊടുക്കുന്നില്ല അവിടെ, പൈപ്പിലും വെള്ളമില്ല, കുടിവെള്ളവും ഇല്ല. അപ്പൊ ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വന്ന് ബോട്ടിലുമായിട്ട് വന്നിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് മോശമാണെന്നുണ്ടെങ്കിൽ അന്നേരം ക്ലോസ് ചെയ്യണം. പറയാം. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല സഹോദര, ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് നിങ്ങൾ വെള്ളം കൊടുക്കരുതെന്ന് പറയാനോ ഒന്നും വന്നതല്ല. ആയിക്കോട്ടെ, പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ പരിശോധിച്ചിട്ടുമില്ല, പരിശോധിക്കാൻ എനിക്ക് ഉദ്ദേശവും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു കുപ്പിയായിട്ട് വന്നിട്ട് അതെടുത്ത് കൊണ്ടുവന്ന്, കാരണം ഈ ഏരിയയിലെ മണ്ണഞ്ചേരി 6-ാം വാർഡ്, ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി 6-ാം വാർഡില് വർഷങ്ങളായിട്ടുള്ള ഒരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന ആളെന്നതിന് അത് നിങ്ങൾ ക്ലോസ് ചെയ്യാം. അത് കൂടാണ്ട് ഇവിടെ കുടിവെള്ളം പോയിട്ട് കുളിക്കാനുള്ള വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് കൊണ്ടിട്ട് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ചെക്ക് ചെയ്തിട്ട് ചെയ്യണം. അതിന്റെ പൈപ്പെല്ലാം പുറത്തിരിപ്പുണ്ട്, ഫുൾ ടൈം വെള്ളം അതിനകത്തുണ്ട്. ഇല്ല, ചെയ്തിട്ടില്ല. ശ്രീജിത്ത് ടെസ്റ്റ് ചെയ്യുന്നല്ലേ? എത്ര ദിവസം? ശ്രീജിത്ത് അടക്കം സർവീസിനുണ്ട് വരുന്നത്, ടെസ്റ്റ് ചെയ്യാനല്ല വരുന്നത്,
ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യണം. കൊടുത്തോളം ചെയ്ത പോലെ വീഡിയോ കണ്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തോന്നു. നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ ക്ലോസ് ചെയ്യും. നമ്മൾ അതല്ലല്ലോ ഇവിടെ സംസാരിച്ചത്. നമ്മൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ ചെയ്തിട്ടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ പറഞ്ഞല്ലോ. ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞു നിങ്ങളടുത്ത്. അല്ല അത് നിങ്ങളടുത്ത് പറഞ്ഞോ? അല്ല താനെന്താ എന്റെ വീട്ടിൽ കയറുന്ന എന്റെ കൂടാന്ന്? നിങ്ങളിവിടെ നമ്മള് എന്റെ വീട്ടിൽ വന്ന ആരാണെന്ന് ബോധ്യപ്പെടാൻ എനിക്ക് ആവശ്യമുണ്ടോ? നമ്മളിവിടെ നമ്മൾ നിങ്ങളടുത്ത് അല്ല താൻ എന്തിനാ വന്നത് ഇങ്ങോട്ട്? എന്റെ വീട്ടിൽ എന്റെ അനുവാദം ഇല്ലാതെ കയറി വന്നിട്ട് താൻ ആരാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? താൻ ഐ ഡി കാർഡ് കാണിച്ചോ? വീടിന്റെ അകത്ത് കയറിയില്ലല്ലോ. താൻ ഐ ഡി കാർഡ് കാണിച്ചോ? ഐ ഡി കാർഡ് കാണിക്കണോ? ചോദിച്ചില്ലല്ലോ ഐ ഡി കാർഡ്. അല്ല ഐ ഡി കാർഡ് കാണിക്കാൻ എന്റെ വീട്ടിൽ വന്നിട്ട് താൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തിയോ? താൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഭീഷണിപ്പെടുത്തി. മോനെ ആൾക്ക് വീട്ടിൽ വെച്ചാൽ മതി. ഞാൻ എന്റെ വീട്ടിൽ ചിലപ്പോൾ കുടിവെള്ളം കൊടുക്കും, പലവെള്ളം കൊടുക്കും. തനിക്ക് വേണമെങ്കിൽ താൻ പോയി ചെക്ക് ചെയ്തോണം. കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല. അല്ല താൻ ആ ലെവലിലാണ് പറഞ്ഞത്. താൻ ആദ്യം ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്താ? താൻ ആദ്യം മൂപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. താൻ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടില്ലെന്ന്. ചെക്ക് എനിക്ക് മനസ്സിലിടൂ. ചെക്ക് ചെയ്ത് ചെക്ക് എനിക്ക് മനസ്സിലിടൂ. താൻ വേണം ചെക്ക് പോയി. ചെയ്യണ്ട. ആ കുഴപ്പമില്ല.